إن شاء الله. بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان الله. يا باغي الخير أقبل يا باغي الشر أقصر. അല്ലെ, നമ്മള് ഒരുപാട് ഇപ്പം റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നന്മകളെ കൊതിക്കുന്നവനെ മുന്നോട്ട് വരിൻ, അതുപോലെ തന്നെ തിന്മകളെ ആഗ്രഹിക്കുന്നവനെ പിന്തിരിഞ്ഞോളി അതിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെയുള്ള ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഓരോരുത്തരും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളെ ഷഹവാത്തിനോട് നമ്മൾ കഴിഞ്ഞ ജൽസയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എങ്ങനെയാണ് നമ്മളെ എന്താ പറയാ ഹൃദയം കൊണ്ടൊന്ന് ഒരുങ്ങാമെന്നുള്ളതിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഷഹവാത്തുകളിൽ നിന്ന്, ശുഭാത്തുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയത്തെ കൊണ്ട് പറിച്ചൊഴിവാക്കണം. ശരിക്കും സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ തന്നെ ആക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിലുള്ള ഓരോരുത്തരെ കാണുമ്പോഴും സുബ്ഹാനല്ലാഹ്, അതാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. എൻ്റെ പ്രതീക്ഷ അതാണ്. അതിനേക്കാൾ മികച്ചതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാറ്റട്ടെ. അഥവാ റമദാനാണ്. സുബ്ഹാനല്ലാഹ്, പൊതുവേയുള്ള ആദത്ത് അഥവാ പൊതുവേയുള്ള ഒരു ശീലം എന്താണ്? അത്താഴം കഴിഞ്ഞു, സുബഹി കഴിഞ്ഞു, അറ്റ്ലീസ്റ്റ് മാക്സിമം ഇഷ്റാഖ് വരെ പിടിച്ചു നിന്ന് അവിടെ എടുക്കും അല്ലേ, നമ്മളെ നല്ലൊരു സമയം നമ്മൾ ഉറങ്ങാൻ എടുക്കുകയാണ്. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഉറക്കം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറക്കം ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ഓരോരുത്തരും വീട്ടിലുള്ളവരാണ്. അപ്പം അതിരാവിലെ എണീച്ചിട്ടുണ്ടാവും വീട്ടുകാർക്ക് എല്ലാവർക്കും അത്താഴത്തിന് വേണ്ടിയിട്ട്. എന്നാലും അതിനൊക്കെ പിടിച്ചു വെച്ച് കാതോർക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതിനേക്കാൾ ഇഖ്ലാസോടെ, ലസ്സത്തോടെ, ഖുശൂഅോടെ അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിന്മകളെ തൊട്ടകലാന്നുള്ളതാണ് അല്ലെ. തിന്മകളിൽ നിന്ന് അകലാൻ പറ്റണം. പരിശുദ്ധ റമദാനായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മിമ്പറിന്റെ ആദ്യത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്ന് നിക്കെ 3 തവണ 3 കൂട്ടരെ ജിബ്രീൽ അലൈഹിസ്സലാം ശപിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കൂട്ടർ ആരാണ്? പരിശുദ്ധ റമദാൻ മുന്നിൽ വന്നിട്ടും പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാത്തതായിട്ടുള്ള നിർഭാഗ്യവാന്മാർ, ഹതഭാഗ്യവാന്മാരാണ് എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമുക്കറിയാം സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മൂസാ നബിന്റെ ഉമ്മത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് സൂറത്തു സ്വഫിൽ പറയുന്നത് കാണാൻ പറ്റും. ഫലമ്മാ സാഗു അസാഗ അല്ലാഹു ഖുലൂബഹും. അവര് അള്ളാനെ തൊട്ട് വിട്ടപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഹൃദയങ്ങളെ തിരിച്ചത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് പിന്തിരിയുക അല്ലെങ്കിൽ അള്ളാഹുവിനെ തൊട്ട് അകലുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മാറിയാൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും, അതെങ്ങനെ, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്റെയൊക്കെ ചിന്ത അതാണ് കേട്ടോ. അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഞാൻ അല്ലെങ്കിൽ അള്ളാഹോട് ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എടുക്കേണ്ടുന്ന നമ്മൾ പറയില്ലേ പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില ഒരുക്കങ്ങൾ. ഇപ്പൊ റമദാൻ, സുബ്ഹാനല്ലാഹ്, റമദാനായിട്ട് നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ എടുത്തില്ലേ, ദുന്യവിയായിട്ടും നമ്മളെ ഈമാനികമായിട്ട് നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്തിട്ടാണ് സുബ്ഹാനല്ലാഹ് ഈ റമദാനിനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. മുന്നത്തെ റമദാനിനേക്കാൾ അല്ലെ, നമ്മളെ ഹൃദയത്തൊക്കെ ശുദ്ധീകരിച്ചു, ഒരുപാട് എല്ലാവരും വിത്തുകൾ നനച്ചു, ഇപ്പതാ വിളവെടുപ്പിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും പ്രിക്വേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ തിന്മകളെ തൊട്ടകരാനും കുറച്ച് ഒരുക്കങ്ങൾ വേണം. കുറച്ച് ഭടന്മാരെ അവിടെ തയ്യാറാക്കി നിർത്തണം. ഏറ്റവും ആദ്യത്തിൽ വേണ്ടുന്നത് നമുക്ക് ഉണർന്നതായിട്ടുള്ള ഒരു ഖൽബാണ് വേണ്ടത്. ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ തൊട്ട് അശ്രദ്ധമാവരുത് എന്നാണ് പറയാനുള്ളത്. നിങ്ങളെ പ്രായം എന്തോ ആയിക്കോട്ടെ, ഒരു പെന്നോ ബുക്കോ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പേപ്പറിൽ അതിന്റെ പോയിന്റ്സ് എഴുതി വെക്കണം എന്നാണ് പറയാനുള്ളത്. വളരെ ഒരു 5 പോയിന്റ്സ് മാത്രം ഞാൻ പറയുള്ളൂ.
ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു 5 പോയിന്റ്സ് മാത്രം. ഇൻഷാല്ല പിന്നീട് ബാക്കിയുള്ള ഒരു 15 പോയിന്റ്സ് ഇതിനില്ല നമ്മൾ തുടർന്നുള്ള ജൽസയിൽ പറയും ഇൻഷാല്ല. അപ്പോ ഒന്നാമതായിക്കൊണ്ട് നമുക്ക് വേണ്ടുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സമകാല ബോധം ഉണ്ടാവില്ല, അല്ലെ? നമ്മളെ മനസ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ മരവിച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഒരിക്കലും ഒരു മുഅ്മിന് അവന് മുഅ്മിനായിരിക്കെ വ്യഭിചാരിയാവൂല, ഒരിക്കലും ഒരു മുഅ്മിന് അവന് മുഅ്മിനായിരിക്കെ ഒരു കള്ളനാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ്? അവന് വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ ഈമാന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവന് ആ ഒരു ദറജയിൽ നിന്ന് അവന് വഴുതി പോയിട്ടുണ്ടാവും. അവന് അല്ലെങ്കിൽ ഒരു കാര്യം മോഷ്ടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കളവ് പറയുന്ന സമയത്ത് അവന്റെ ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിന്ന് അവന് വീണിട്ടുണ്ടാവും. അപ്പൊ അത് വീഴാതെ കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ്. ഏതിരുന്നാലും നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ റമദാനാണ് അല്ലെ. നമ്മള് ആദ്യം തന്നെ ചെയ്യേണ്ടുന്നത്, നമ്മൾ പറയലില്ലേ, അഥവാ ഒരുപാട് നമ്മളെ കയ്യിൽ ഒരുപാട് നല്ല വിലപിടിപ്പുള്ള, നിങ്ങൾ എന്തോ ആഗ്രഹിച്ചോ, വിലപിടിപ്പുള്ള നിധികൾ ഉണ്ട് എന്ന് കരുതിക്കുക, അത് നിങ്ങൾക്ക് എന്തോ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്സ് ഉണ്ട് നമ്മളെ കയ്യില്. നമ്മളെ വീട് ആകെ, അല്ലെങ്കിൽ നമ്മളെ ടേബിൾ ആകെ ചളിയാണ് ഉള്ളത്, ചളിയും ഈച്ചയും മുന്നേ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും കറിയും ഒക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലാത്ത രൂപത്തിലാണ്. നല്ല മുറിച്ചു വെച്ചിട്ടുള്ള നല്ല ഫ്രൂട്ട്സും നല്ല പലഹാരങ്ങൾ അല്ലെങ്കിൽ നല്ല വെള്ളവും നല്ല ജ്യൂസുകളൊക്കെ നമ്മൾ കൊണ്ടിട്ട് ആ ടേബിളിൽ വെക്കുവോ? ഒരിക്കലും ഇല്ല, അല്ലെ? ടേബിളിൽ വെക്കൂലെന്ന് മാത്രമല്ല, അപ്പുറത്ത് കൊണ്ടുപോയി വെക്കും, പോരാത്തതിന് അതിനെ മൂടി വെക്കും ചെയ്യും, അല്ലെ? കാരണം എന്താണ്? ഈ ടേബിൾ എന്നുള്ള ഈച്ച പോലും അങ്ങോട്ട് എത്തരുത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ജസ്റ്റ് നല്ല വെള്ളത്തോടെ തുടക്കും, പിന്നെ എന്ത് ലിക്വിഡാണോ അത് വെച്ച് തുടക്കും, എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി തുടച്ച് നല്ല വൃത്തിയാക്കി അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കൊണ്ടുവെക്കുള്ളൂ. അപ്പൊ അത് കഴിക്കുന്ന ആൾക്കാർക്കും അതിനെ കാണുന്ന ആൾക്കാർക്കും അത് വെച്ച ആൾക്കാർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പ്രിയപ്പെട്ടവർ, നമ്മളെ ഹൃദയത്തില് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്. തൗബ എന്നുള്ള കഴുകലിനെ കൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? തൗബയെ കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, തൗബ ഇനി ഒരിക്കലും വൈകിപ്പിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതാ ഒരു സെക്കൻഡും കൂടെ, ഈ ഒരു സമയം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത സമയം ചിലപ്പോൾ നമ്മളെ റൂഹ് നമ്മളെ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, തൗബക്കുള്ള ഒരു സമയമില്ല. ആ സമയത്ത് വരുന്ന ആൾക്കാരെ, മലക്കുകളെ കാണുന്ന സമയത്ത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ഭാഗത്തേക്കാണ്, വലതുപക്ഷാണോ ഇടതുപക്ഷാണോ എന്ന് മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് എന്റെ നഷ്ടമെന്നൊന്ന് ജീവിതത്തിലേക്ക് പറഞ്ഞയക്കും, അതല്ലെങ്കിൽ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു, ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു, ഞാനിത് എന്റെ എല്ലാ പാപങ്ങളും പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനത്തിലൊക്കെ അത് വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മള് ഇതൊന്ന് കഴിഞ്ഞ് എല്ലാരും മനസ്സിലും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടാവും. പക്ഷെ ആ ഒരു ഉറക്കത്തിൽ, ആ ഒരു മയക്കത്തിൽ, ഒന്നാമത്തെ റമദാനിന്റെ പകലിൽ റൂഹെടുക്കാൻ അള്ള എഴുതി വെച്ച കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരുടെ പേരുകൾ അള്ളാന്റെ അടുക്കലുണ്ട്. ഒന്നാമത്തെ റമദാനിലെ ആദ്യത്തെ ഇസ്രാഖിന് ശേഷം റൂഹ് എടുക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരിൽ നമ്മളെ പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിനി സമയം ഒട്ടുമില്ല. അതുകൊണ്ട് ഒരിക്കലും തൗബയെ വൈകിപ്പിക്കല്ലേ. തൗബ നീട്ടിക്കൊണ്ടുപോവുക, തൗബ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയ തെറ്റാണ്. മനസ്സിലായല്ലോ? തൗബ ചെയ്യാതെ അള്ളഹാനോട് എണ്ണി പറഞ്ഞ് കരയാതെ ആ പാപക്കറ നീക്കാതെ അവിടെ വെക്കുക എന്നുള്ളത് തന്നെ എന്താണ്? തെറ്റാണ്. അതിനെ തൗബയെ പിന്തിപ്പിച്ചതിന്റെ പേരിൽ ആദ്യം തൗബ ചെയ്യണം എന്നാ പണ്ഡിതന്മാര് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു തൗബക്കുള്ള ശ്രേഷ്ഠത എന്താണ്, അല്ലെങ്കിൽ ആ തൗബയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ പറയണ കാണാൻ പറ്റും, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. എന്നിട്ട് അടുത്ത അള്ളാഹ് പറഞ്ഞത് എന്താ? അടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അള്ളാന്റെ ആ വാക്ക് നമ്മൾ ഏറെ പ്രതീക്ഷയും
അതേപോലെ തന്നെ ഭയവും ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം അസ ആയേക്കാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത്. ആയേക്കാം എന്നുള്ളതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിഅതികും, നിങ്ങൾക്ക് നിങ്ങളെ പാപങ്ങൾ അള്ളാഹ് പുറത്ത് തന്നേക്കാം എന്നുള്ളതാണ്. അവിടെയും നമ്മൾ അള്ളാഹിനോട് വീണ്ടും വീണ്ടും കെഞ്ചേണ്ടുന്നതില്ലേ? ഒരു മുഅ്മിന് ഏത് സമയത്തും അവന് ചെയ്തതിന്റെ പേരിൽ അള്ളാഹിനോട് തേടാൻ, അള്ളാഹുവിനോട് കാവലിനെ തേടണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിക്കൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? നമ്മൾ ചെയ്ത തിന്മകൾ എണ്ണി എണ്ണി അള്ളാഹിനോട് പറയാന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് ബോധ്യം, റബ്ബേ ഇത്രയേറെ ചെയ്തു കൂട്ടി, ഇനിയും ചെയ്യേ അപ്പൊ എനിക്ക് എന്താണുള്ളത് എന്നുള്ള ഒരു വല്ലാത്തൊരു ബോധം ഉണ്ടല്ലോ, നമ്മളെ വന്ന് അലട്ടും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വീണ്ടും തിന്മയിലേക്ക് ചാടാനുള്ളത് കുറയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ, അവന്റെ ആദമത്തിന് എന്ത് ചെയ്യുക, സദാ ഓർക്കുക എന്നുള്ളതാണ്. ഓരോരുടെ മനസ്സിൽ എന്തായിരിക്കണം? നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും, നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലും അള്ളാഹുവിനെ പറ്റിയുള്ള ആദമത്ത്, അള്ളാഹുവിന്റെ മഹത്വം എന്താണ്? അത് നമ്മള് സ്വലാത്തിന്റെ ജൽസയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരാ, അള്ളാഹു എത്ര അദീമാണ് എന്നറിയാന് നിങ്ങളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ആകാശം നോക്കി ഒന്ന് ചുറ്റിയാ മതി. കണ്ണെത്താ ദൂരത്തുള്ള ആകാശങ്ങള്, അതിലുള്ള ജീവജാലങ്ങള്, മരങ്ങള്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ജീവജാലങ്ങള്, ഓരോ ഇലകള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണ്? അള്ളാഹ് അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ആ ഇല ഞെട്ടറ്റ് അതിന്റെ ചില്ലയിൽ നിന്ന് വീണ് കമിഴ്ന്ന് വീഴണോ, അല്ലെങ്കിൽ നേരം പോലെ വീഴണോ, മുള്ളുമ തട്ടണോ, കല്ലുമ തട്ടണോ, വെള്ളത്തിൽ ഒഴുകണോ, ചളിയിൽ പൂണ്ടു പോവണമോ, അല്ലെങ്കിൽ മണ്ണില് പൊടിയായി അങ്ങോട്ട് അലിയണോ എന്നുള്ളത്. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ സ്റ്റേജുകളൊന്നും ആലോചിക്കണം. ഒരു ഇല പോലും അള്ളറിയാതെ പൊഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മുറ്റത്തുള്ള ചെടിയിൽ തന്നെ എത്ര ഇലകളുണ്ട്? നമ്മളെ വീട്ടിൽ എത്ര മരങ്ങളുണ്ട് നമുക്കറിയോ? നമ്മളെ വീട്ടിൽ എത്ര ചെടികളുണ്ട് നമുക്കറിയോ? നമ്മളെ വീട്ടിൽ എത്ര പായ് പുല്ലുകളുണ്ട് നമുക്കറിയോ? നമ്മുടെ വീട്ടിലുള്ളത് പോലും നമുക്കറിയുന്നില്ല. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മഹാനാണ്! അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മത്തിനെ പറ്റി ഓർക്കുക. അതുപോലെ തന്നെ അള്ളാഹിന്റെ ഔദാര്യത്തെ പറ്റിയിട്ട് ഓർക്കുക. അള്ളാഹുവേക്കാൾ ഔദാര്യവാനായിട്ടുള്ള മറ്റാരാണുള്ളത്? ഓരോ പാപം ചെയ്യുന്ന സമയത്തും ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ ഭൂമിയിൽ നിന്നിട്ടല്ലേ ചെയ്യുന്നത്? അള്ളാഹ് അറിയാതെ വല്ലതും ചെയ്യുന്നുണ്ട്, എന്നിട്ടും അനുഗ്രഹങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയത്തും ഖുർആനിലൂടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുവചനത്തിലൂടെ ഓരോന്നിലും അള്ളാഹുവിന്റെ ഔദാര്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? പകൽ മുഴുവൻ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി അള്ളാഹ് രാത്രിയിൽ എവിടെ എന്റെ അടിമ, അവന്റെ തൗബ ഞാൻ കേൾക്കാനുണ്ട്, അവന് ചോദിക്കുന്നത് ഞാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന റബ്ബ്. രാത്രിയിൽ തെറ്റ് ചെയ്തവനാണെങ്കിൽ അവന് വേണ്ടി പകലിൽ തൗബ നൽകാനായി കാത്തു നിൽക്കുന്ന റബ്ബ്. ആ റബ്ബിനേക്കാൾ വലിയ ഔദാര്യവാൻ ആരാ ഉള്ളത്? എന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവര് കാണുക നമ്മൾ ചെയ്യോ? അള്ളാഹുവേ, അവരെങ്ങാനും നമ്മൾ അറിയാതെ അത് അറിഞ്ഞാൽ തന്നെയുള്ള ജാള്യത നമ്മളത് എന്തായിരിക്കും? പിന്നെ അവരെ മൂത്ത് നോക്കാൻ പറ്റും നമുക്ക്? പിന്നീട് അവർക്ക് വേണ്ടി നമ്മൾ കീഴ്വണങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ആ ന്യൂനത അവരറിഞ്ഞതിന്റെ പേരില്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് ഈ പരിശുദ്ധ റമദാനിൽ ഈ നന്മകളുടെ പൂക്കാലത്ത് നമുക്ക് എന്താണ് എളുപ്പാക്കി തന്നത്? ശയാത്തീനുകളെ കെട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താ ചെയ്യണത്? പുതപ്പിട്ട് മൂടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ പലഹാരങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിന്റെ സെർച്ച് ചെയ്യാണ് നമ്മള്. അതുമല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ശുഗലുകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മരിച്ച അല്ലെങ്കിൽ മരവിച്ച അല്ലെങ്കിൽ
ബോധമില്ലാത്ത ഹൃദയമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മൂന്നിൽ നമ്മൾ പെടരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ജൽസയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൃദയം കൊണ്ട് ഒരുങ്ങാം എന്നുള്ളിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, റാസിഖീങ്ങളുടെ പ്രാർത്ഥനയാ റബ്ബനാ ലാ തുസിഅ ഖുലൂബന. അത് ഈ ജൽസയിലേക്ക് ചേർത്തിട്ടാണുള്ളത്. നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാവിനെ വെറുതെ വിടല്ല, നാവിനോടൊപ്പം ഹൃദയത്തെയും കണക്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റബ്ബനാ ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്താണ് ഇത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഹിദായത്തുകളാണത്. ഇതൊക്കെ കേൾക്കാനുള്ള തൗഫീഖ് നൽകിയതിനു ശേഷം നമ്മളെ ഹൃദയങ്ങൾ വഴിപഴിച്ചു പോണത്, ഇതൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ നല്ല പൊതച്ചു മൂടി ഉറങ്ങണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മളെ റെസ്റ്റിനെ ഞാൻ ആക്ഷേപിക്കല്ല കേട്ടോ. റെസ്റ്റ് വേണം, ശരീരത്തിന് നല്ല റെസ്റ്റ് നിങ്ങൾ കൊടുക്കണം റമദാനിൽ. കാരണം നമ്മളെ ഖിയാം, രാത്രിയിലേക്കുള്ള നമുക്ക് നശാത്തിന്, നല്ല ഉന്മേഷത്തിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് നിങ്ങൾ പകലിൽ കൊടുക്കണം. പക്ഷെ അത് മാത്രം എന്നുള്ളതിലേക്കാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്, മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ പോയിന്റ് ആണ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റി നമ്മൾ അറിയുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹ് ചോദിക്കണം, എന്താ? മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹ് ചോദിക്കണ ചോദ്യം നോക്കി, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാന്റെ ഗാംഭീര്യം കൊടുക്കാൻ, അള്ളാഹുവിന്റെ ആദമത്ത്, മഹത്വം കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും ആയില്ലേ എന്നുള്ള ചോദിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിക്കുക, നമ്മളൊക്കെ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ളവനാണ്? ഇനി അതും കൂടെ മനസ്സിലാക്കുക. ഇതിനുമായി ബന്ധപ്പെട്ട് ഒരു അടിമ ഒരു ചാണെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൈമുഴാണ് അവനിലേക്ക് എടുക്കുക. ഒരു അടിമ നടന്നിട്ട് അള്ളാഹിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹ് ഓടി അവനിലേക്ക് എത്തും. ഒരടിമ ഒരല്പം ചെയ്യുമ്പോഴേക്കും അതിനേക്കാൾ തിരിച്ച് അള്ളാഹു കനിഞ്ഞരുളാണ്. ഒരു നന്മ ചെയ്ത 70 മുതൽ 700 വരെ നോർമൽ ആയിട്ടാണെങ്കിൽ റമദാനിൽ അള്ളാഹ് കണക്കില്ലാതെ കൊടുക്കുകയാണെങ്കിൽ, ആ അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ ഒക്കെയും ഹൃദയത്തിന്റെ ആരോഗ്യനില എന്താണെന്നുള്ള നമ്മൾ ചോദ്യം നന്നായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് നല്ല ആരോഗ്യമുള്ള സലീമായിട്ടുള്ള ഹൃദയത്തെ എപ്പോഴും ചോദിക്കുക. ഓക്കെ, മൂന്നാമതായിക്കൊണ്ട് ഉള്ളത് അള്ളാഹുവിനോടുള്ള മഹബത്താണ്. മഹബത്ത് അള്ളാഹ്, അള്ളാഹുവിനോട് ഒരുവന്, മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ, ആ സ്നേഹത്താൽ അവന്റെ ഹൃദയം മുഴുകിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവൻക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അതിൽ നിന്നൊക്കെ അവൻ എന്ത് ചെയ്യും? വിട്ടു നിൽക്കും. കാരണം എന്താണ്? അവനെ ഏറെ ഇഷ്ടപ്പെടുന്നത് അവന്റെ റബ്ബിനെയാണ്. അഥവാ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം ഒരുവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അവനെ ഏറെ സ്നേഹിക്കുന്ന ഒരാളെന്ത് ചെയ്യില്ല, ദേഷ്യപ്പെടുത്തൂല. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യൂല. അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പൊ നമ്മളെ റബ്ബിലേക്ക് നമ്മളൊന്ന് സ്വിച്ച് ചെയ്യുക. നമ്മളെ റബ്ബിനെ ഇഷ്ടപ്പെടാം. സുബ്ഹാനല്ലാഹ്, റമദാൻ തന്നു, റമദാനിന് എന്റെ അടിമ എന്ത് ചെയ്യണ്ട, എടങ്ങേറാവണ്ട എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ ശത്രുവിൽ നിന്ന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തന്നു. എന്നിട്ട് എന്ത് ചെയ്യാ? ഫുൾ ട്രെയിനിങ് ആക്കാന്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ സ്നേഹം എന്താണല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട്, അഥവാ നമുക്ക് വലിയ ഫിത്നകളൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ നമ്മൾ ഒരുപാട് നന്മകളിലേക്ക് മുന്നേറാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മാസം നമ്മൾ പറയാറില്ലേ, അഥവാ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും 21 ദിവസം നമ്മളത് മുദാവമയായിട്ട് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യും? അത് റുട്ടീൻ ആവും. നമ്മളെ ബ്രെയിൻ അതിനെ ഏറ്റെടുക്കും. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയി നമ്മൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 30 ദിവസം നമുക്ക് അത് ചെയ്യാനുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ട്. ഒരു തരത്തിൽ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്റെ അടിമ ഇടങ്ങേറാവണ്ട എന്നുള്ള നിലക്ക്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുക. വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 വരികളിൽ പറഞ്ഞത് പ്രകാരം, അഥവാ തീർച്ചയായിട്ടും നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നെങ്കിൽ നീ
സ്നേഹിക്കുന്നവനെ അനുസരിക്കുമായിരുന്നു. തീർച്ചയായും ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കുന്നതാണ്. ഒരു 2 വരി കവിതയുടെ പരിഭാഷയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെയധികം അത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ചില പണ്ഡിതന്മാര് പറയുന്നതായിട്ടുണ്ട്. അഥവാ നീ അള്ളാനെ ധിക്കരിക്കാണ്. എന്താണ്? അള്ളാനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ഭംഗിയായിട്ട് ധിക്കരിക്കുകയാണെന്ന്. അവസാനത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാതും അള്ളാഹുവുമായുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട എല്ലാം ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക് വഹുബ്ബ മൻ യുഹിബ്ബുക് വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്. അള്ളാഹുവെ, നിന്റെ സ്നേഹത്തെ ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക്. നീ ഇഷ്ടപ്പെട്ട ആൾക്കാരെ സ്നേഹം ഉണ്ടല്ലോ, ഓരോ സ്നേഹം എനിക്ക് തരണം റബ്ബേ. കാരണം എന്താണ്? അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ സ്നേഹം നമുക്ക് കിട്ടുന്നതിലൂടെ അള്ളാഹുവിലേക്കാണ് നമ്മൾ അടുക്കുക. അവര് നമ്മളെ, അങ്ങനെയുള്ള വ്യക്തികള് നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും. അങ്ങനെയുള്ള വ്യക്തികളോടുള്ള സംസാരം നമുക്ക് നമ്മളെ ഈമാൻ പോരല്ലോ, ഇനിയും ഉഷാറാകണല്ലോ എന്നുള്ള ഓർമ്മ വരും. അങ്ങനെ വ്യക്തികളുമായിട്ടുള്ള സഹവാസം നമുക്ക്, ഞാനെവിടെ എത്തിയിട്ടില്ലല്ലോ, എനിക്കും അവനെ പോലെ മുന്നേറണല്ലോ എന്നുള്ള വ്യഗ്രത ഉണ്ടാക്കി തരും. വഹബ്ബ മൻ യുഹിബ്ബുക്. മൂന്നാമത് അള്ളാഹുവിനോട് ചോദിക്കണത് എന്താ? വഹബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക്. വഹബ്ബ അമൽ. അള്ളാഹ് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ അമലുകളും, നിന്നിലേക്ക് എന്നെ ഇഷ്ടത്തോടെ അടുപ്പിക്കുന്ന എല്ലാ അമലുകളും ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് നൽകണേ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി കഴിഞ്ഞാൽ കഫ. അള്ളാന്റെ ഹബ്ബ് കിട്ടി, അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരെ ഹബ്ബ് കിട്ടി. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകളുടെ ഹബ്ബ്, അതിലേക്കുള്ള നമ്മളുടെ അത് നമുക്ക് ചെയ്യാനുള്ള തൗഫീഖും കിട്ടി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, 30 റമദാനിലെ എല്ലാ പകലുകളിലും എല്ലാ രാത്രികളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുന്ന സമയമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പകലും ഒരു രാത്രിയും റമദാനിൽ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ പണി ചെയ്തോളി, എന്തിലാണെങ്കിലും ഉണർന്ന ഹൃദയത്തോടെ ഇങ്ങനെ മുറിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരൊറ്റടിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അതിന്റെ കണക്ഷനോ ലദ്ദത്തോ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മെല്ലെ മെല്ലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്. അപ്പൊ ആ ഹുബ്ബ് മുഴുവൻ നമുക്ക് മനസ്സിൽ വരിക. വഹുബ്ബ മൻ യുഹിബ്ബുക് വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അങ്ങനെ മുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുക. അദ്കാർ സബാഹ് വൽ മസാ ആണെങ്കിൽ പോലും പ്രകാരം നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തട്ടാൻ വേണ്ടി. എന്നിരുന്നാലും 4ാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതൊക്കെ എന്താണ്? ഈ 3 പോയിന്റുകൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഇങ്ങനെ ഈ 3 പോയിന്റുകൾ ഒരുവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നിരത്തി വെക്കണം. അട്ടിക്കട്ടിക്കായി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിലുള്ളത് നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരില്ല. ഇത് ഓരോന്നും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഭടന്മാരവിടെ ഒരുക്കുന്ന സമയത്ത് ഇവര് നമ്മളെ തിന്മകളിൽ നിന്ന് പ്രതിരോധിക്കും. തൗബ എപ്പോഴും ചെയ്യുന്നവരെ സംബന്ധിച്ച്, റബ്ബേ, ഇത്രയേറെ തെറ്റുകൾ ഞാൻ ഓൾറെഡി ചെയ്തു, ഇനിയും ഈ ഒരു തെറ്റ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മൾ അള്ളഹാനോട് തൗബ ചെയ്ത് കരുതാതിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരിക. ആ പാപങ്ങളുടെ കൂമ്പാരായിരിക്കും നമുക്ക് ഓർമ്മ വരിക. അപ്പൊ നമ്മൾ പിന്നോട്ട് വരും. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ ആദമത്തിനെ, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹിന്റെ ഔദാര്യത്തെ പറ്റി ഓർക്കണ സമയത്ത് ഈ റബ്ബിന്റെ മുൻപിൽ ഞാൻ എങ്ങനെയാണ് തെറ്റ് ചെയ്യുക എന്നുള്ള ലജ്ജ നമുക്ക് വരും. വീണ്ടും പിന്നോട്ട് വെക്കും. മൂന്നാമതായിക്കൊണ്ട് പ്രധാനപ്പെട്ടതായിക്കൊണ്ട് മഹബ്ബത്ത് അള്ളാഹ്, അള്ളാഹിന്റെ സ്നേഹം. ഇത്രയും എന്നെ സ്നേഹിക്കണ എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെയാണ് വെറുപ്പിക്കുക? ഇത്രയും എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബിനെ ഇഷ്ടമില്ലാത്തത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള ആ ഒരു വല്ലാത്തൊരു ലജ്ജ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വല്ലാത്തൊരു ആ ഒരു തോന്നൽ വീണ്ടും നമ്മളെ തിന്മയിൽ നിന്ന് മാറ്റും. റബ്ബേ, എന്റെ അള്ളാഹ് അത് കാണുകയാണല്ലോ, എന്നെ അത്ര സ്നേഹിക്കുന്ന എന്റെ റബ്ബ് ഞാൻ ഈ ചെയ്യുന്ന നെറികേട് കാണുകയാണല്ലോ എന്ന് ചിന്ത വരുന്ന സമയത്ത് നമ്മളെ വാപ്പാന്റെ മുന്നിൽ വെച്ചിട്ട് വാപ്പാക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യൂല. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത് ഉമ്മാന്റെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യൂല. നമുക്ക് ഇഷ്ടപ്പെട്ട
നമ്മളെ യഹ്ബാബുകൾ ഉണ്ടാവും, നമ്മളെ ഏറെ സ്നേഹഭാചനങ്ങൾ ഓരോ മുന്നിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല. ഇപ്പൊ ഒരു മ്യൂസിക് കാണൂല, ഒരു വരുമ്പത്തിന് വേഗം നമ്മൾ അങ്ങനെ കാണുന്നവരാണെങ്കിലും ഫോൺ ഓഫ് ചെയ്യും. ഓർക്ക് ഇഷ്ടമില്ലാത്ത നമുക്കും ഇഷ്ടമല്ല എന്നുള്ള നിലക്ക് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളെ റബ്ബിന്റെ ആ സ്നേഹത്തെ പറ്റി സദാ ഓർക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ സദാ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുന്നവർക്ക് അള്ളാഹ് ഉറപ്പായിട്ടും നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന് അടിമകളോട് ചെയ്യുന്ന, അവന്റെ ഇബാദുകളോട് ചെയ്യുന്ന നന്മകളും ഓർക്ക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്ത്. വഇൻ തഅദൂ നിഅമത്തല്ലാഹി ലാ തഹ്സൂഹാ. അള്ളാഹ് പറഞ്ഞത് എന്താ? ഇനി നിങ്ങളൊന്ന് എണ്ണാൻ നിന്ന് ഞങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിലേക്ക് നമ്മൾ വരികയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ചെയ്യുന്ന നന്മകള്, ഈ 2 കാര്യങ്ങളും സദാ ഓർക്കുക എന്നുള്ളതാണ്. ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്. നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തായിട്ട് ചോദിക്കുന്ന ഒരുപാട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. സുബ്ഹാനല്ലാഹ്, അത് തന്നെ മതിയായതാണ് അല്ലെ. നിങ്ങളിലേക്കൊന്ന് നോക്കണില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അള്ളാന്റെ വലിയ നിഅമത്തുകളുമായിക്കൊണ്ട് തല മുതൽ എന്താ പറയാ അടിമുടി അള്ളാന്റെ നിഅമത്തുകൾ കൊണ്ട് നടക്കുന്ന നമ്മളാണ്. ഇതിൽ എന്റേത് എന്ന് പറയാൻ വേണ്ടി എനിക്ക് എന്താ ഉള്ളത്? ഈ സംസാര ശേഷിയോ, ഈ കേൾവി ശേഷിയോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ കാണുന്ന ഈ സ്ക്രീനോ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ? സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു കണ്ണിന്റെ പവർ എത്രയാണ്? 365 മെഗാ പിക്സലാണ്. നമ്മളെ കയ്യിലുള്ള ഫോണുകളുടെ ക്യാമറക്ക് പോലും ഇല്ലാത്ത ക്ലാരിറ്റിയാണ് നമ്മളെ ഈ ഒരു കുഞ്ഞ കണ്ണിന് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് വെക്കിൻ, ഓരോ ക്യാമറക്കും അതിന്റെ ക്ലാരിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ ക്യാമറന്റെ വലുപ്പവും കൂടാണ്, വില അതിനേക്കാളാണ്. ചില ഫോണുകൾക്ക് അതിന്റെ വില നിശ്ചയിക്കുന്നത് തന്നെ അതിന്റെ ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പവറുള്ള, ഇത്രയും നല്ല മെഗാ പിക്സൽ വന്നിട്ടുള്ള കണ്ണ് വന്നിട്ട് നമ്മളെ കണ്ണ് നമ്മളെ മുഖത്തേക്കാൾ വലുതായിക്കണോ? ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളെ കണ്ണെങ്ങാനും 2 കണ്ണുകള് നല്ല വലിയതായിട്ട് നമ്മളെ മുഖത്തുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങളെ നല്ല ഭംഗിയുള്ള മുഖം, ആ മുഖത്ത് വലിയ 2 കണ്ണുകൾ ഇങ്ങനെ നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അതിനെ പെർഫെക്റ്റ് സൈസിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടോ നമ്മളെ കയ്യിലുള്ള ഈ വലിയ ക്യാമറ കണ്ണുകളേക്കാൾ ക്ലിയർ ആയിട്ട് നമ്മളെ കണ്ണ് കണ്ടതാണ് നമ്മളെ ഫോണ് സൂം ചെയ്യണത്. അല്ലാതെ ഫോൺ സൂം ചെയ്തത് പോയിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലേക്ക് നമ്മളെ ചിന്ത വിടുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ചൊരിയുന്ന അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അടുക്കലേക്ക് എല്ലാ ആഴ്ചയിലും മലക്കുകള് അടിമകൾ ചെയ്തിട്ടുള്ള അവരുടെ ഏടുകളുമായിട്ട് വരുന്നുണ്ട് എന്നല്ലേ അത് നമുക്കറിയുന്നല്ലേ. എല്ലാ വ്യാഴവും തിങ്കളും അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. റമദാനിലെ അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാം നമുക്കറിയാം. നമ്മളെ അമലുകൾ സദാസമയം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതും നമുക്കറിയാം അല്ലെ. ആലോചിച്ച് നോക്കിയിട്ട് ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മലക്കുകള് അള്ളാഹുവിന്റെ എന്താണ് കിറാമുൽ ബററയായിട്ടുള്ള പുണ്യവാളന്മാരായിട്ടുള്ള ഏറ്റവും നല്ല സൃഷ്ടികളായിട്ടുള്ള മലക്കുകള് നമ്മളുടെ ഏടുകള്, നമ്മളുടെ തിന്മകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മളെ നിരർത്ഥകമായിട്ടുള്ള വാക്കുകളും നമ്മളുടെ ഹറാമുകളൊക്കെ ആയിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോവാണ്. നമ്മളിവിടെ ദുനിയാവിലുണ്ട്. നമ്മൾ ഈ കുറ്റങ്ങളായിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മൾ അള്ളാന്റെ അനുഗ്രഹത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ ഏടുകളിലുള്ളത് അള്ളാഹുവിനോടുള്ള ധിക്കാരം, അള്ളാഹുവിനോടുള്ള
മാസിയത്ത്, അള്ളാഹുവിനോട് വിലക്കിയതൊക്കെയും ചെയ്യുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന, വെറും ലഹുവുകളും ലൈബുകളും നിറഞ്ഞിട്ടുള്ള ഏടുമായിട്ടാണ് നമ്മളിത് മലക്കുകൾ കൊണ്ടുവന്നത്. ആ സമയത്ത് പോലും അള്ളാഹ് തന്ന കണ്ണുകൊണ്ട് വീണ്ടും നമ്മൾ പാപം ചെയ്യുന്നു. അള്ളാഹ് തന്ന ചെവി കൊണ്ട്, അള്ളാഹ് തന്ന നാവ് കൊണ്ട്, അള്ളാഹ് സുബ്ഹാനഹു വ തആല തന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അള്ളാഹ് തന്ന കാലുകൊണ്ട്, അള്ളാഹ് തന്ന കൈനെ കൊണ്ട്, അള്ളാഹ് തന്ന ബുദ്ധിനെ കൊണ്ട്, അള്ളാഹ് തന്ന സമ്പത്തിനെ കൊണ്ട്, അള്ളാഹു തന്ന സന്താനങ്ങളെ കൊണ്ട്, അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ടും, അള്ളാഹു തന്ന വായു ശ്വസിച്ചുകൊണ്ട് ഈ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തിരി നമ്മൾ പറയില്ലേ എല്ലാ കാര്യത്തിലും നമുക്ക് സ്റ്റാൻഡേർഡ് വേണമെന്നുള്ളത്. ഒന്ന് ആലോചിക്ക്, ഒരിത്തിരി സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ട് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാന് നമ്മൾ എങ്ങനെയാണ് മുതിരുന്നത്? ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ഹൃദയങ്ങൾ പലപ്പോഴും എന്താണ് മരവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് പറയുമ്പോ പോലും നമുക്ക് ലജ്ജ തോന്നണില്ലേ? ഇപ്പൊ നമ്മളെ ഹൃദയങ്ങൾ ഹയാത്താണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ക്ലാസ് തുടങ്ങുമ്പോഴും ഇത് ശേഷവും ഇങ്ങനെയുള്ള ഏതെല്ലാം ജലസകളിൽ നമ്മൾ നിൽക്കുന്നു അപ്പോഴൊക്കെയും പ്രാർത്ഥിക്കേണ്ടത് ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കല് ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് ഒരു രസകരമായ സംഭവമാണ്. ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. അയാൾക്ക് എന്താണ്, അയാൾക്ക് തിന്മ ചെയ്യാൻ അങ്ങേയറ്റം ആ തിന്മ അയാൾക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള നിലക്കാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ പണ്ഡിതനോട് പറഞ്ഞു, എനിക്ക് ഇന്ന തെറ്റ് ചെയ്യണം, അതെനിക്കൊരു മാർഗം പറഞ്ഞു തരണം എന്ന് പറയാണ്. പ്രിയപ്പെട്ടവരെ വളരെയധികം ശ്രദ്ധിക്കുക. എനിക്കൊരു തെറ്റ് ചെയ്യണം, അതിനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞു തരണം. അപ്പോ ആ പണ്ഡിതൻ പറഞ്ഞെടുത്തു, ഓക്കെ ചെയ്തോളൂ, നിങ്ങൾ ആ തെറ്റ് ചെയ്തോളൂ, പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹ് കാണാത്ത എവിടെങ്കിലും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ തെറ്റ് ചെയ്യണം. ആ പണ്ഡിതൻ കൊടുത്ത മറുപടി, നിങ്ങൾക്ക് ആ തെറ്റ് ചെയ്യണമെന്ന് അത്രമാത്രം നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാത്തൊരിടത്ത് പോയിട്ട് വേണം ആ തെറ്റ് ചെയ്യണമെന്ന്. ആ വ്യക്തി പറഞ്ഞു, എന്താ പറഞ്ഞത്? ലാ യുംകിനു അലാ ദാലിക്, അതിനെന്താണ്, അതൊരിക്കലും സാധ്യല്ല. അള്ളാഹ് കാണാത്ത എവിടെയാണ് ഇപ്പൊ പോവാൻ പറ്റുക? ആ വ്യക്തി പറഞ്ഞു അദ്ദേഹം പണ്ഡിതന് റിപ്ലൈ കൊടുക്കാണ്, അതൊരിക്കലും സാധ്യമല്ലല്ലോ. അപ്പൊ ആ പണ്ഡിതൻ രണ്ടാമത് അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ അങ്ങനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹങ്ങളും ഉപയോഗിക്കാതെ നീ ആ തെറ്റ് ചെയ്തോ. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഒരു അനുഗ്രഹങ്ങളും നീ എന്ത് ചെയ്യരുത്, ആ തെറ്റിൽ വിനിയോഗിക്കരുത്. അപ്പോ ആ വ്യക്തി ചോദിക്കണ്ട, അതെങ്ങനെ സാധിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ ഈ പണ്ഡിതന്റെ രണ്ട് കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിൽ സദാ ഉണ്ടാവണം. തെറ്റ് ചെയ്യണം നമുക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടോ? ആ വീഡിയോ കാണണമെന്ന് വല്ലാത്ത കൊതി ഉണ്ടോ? ആ ആ ഒരു കാര്യം, ആ ഒരു വോയിസ് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം കേൾക്കണം എന്ന് നിങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ചിന്തിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ചെയ്തോളി. അള്ളാഹ് കാണാത്തവരടുത്തൊന്ന് ചെയ്തോളി. അല്ലെങ്കിലോ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ. സുബ്ഹാനല്ലാഹ്, എന്താണുള്ളത് ഒന്ന് ആലോചിച്ച്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പണ്ഡിതൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യണം, ആ തിന്മയിൽ നിന്ന് വിട്ടൊക്കെയാണ്. കാരണം എന്താ, ഒരിക്കലും ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അള്ളാഹ് കാണാത്തോടത്ത് പോയിട്ടും ചെയ്യാൻ പറ്റൂല. ചന്ദ്രനിൽ പോയി ചോദിച്ചാലോ, അള്ളാന്റെതല്ലേ ചന്ദ്രന്, അവിടെ അള്ളാഹുവിൻ്റെതല്ലേ. ഇനിയോ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് പോവാന്ന് കരുതിയാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിഭവങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയത്, എവിടെയാണ് പറ്റുക? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതിലൂടെ ബോധ്യമാവേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. ഖബീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. സമീഅ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് കേൾക്കുന്നവനാണെന്ന സൂറത്ത് മുജാദിലയിലെ ഫസ്റ്റത്തെ ആയത്തുകൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹുജറാത്തിലാണ്.
അത്രയും ചെറുതാണ് റസൂലുള്ളാഹിന്റെ ഹിജ്റാത്ത്. അവിടെ എന്നിട്ട് ഞാൻ പോലും കേൾക്കാത്ത ആ സ്ത്രീയുടെ ഖൗല റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പതിഞ്ഞ സ്വരം 7 ആകാശങ്ങൾക്കപ്പുറത്ത് അർശിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ റബ്ബ് എന്താണ്? അസ്-സമീഅാണ്, അൽ ബസീറാണ്. അതിസൂക്ഷ്മമായിട്ട് അല്ലാഹ് കേൾക്കും, അള്ള കേൾക്കാത്തതൊന്നുമില്ല. അൽ ബസീറാണ്, അതിസൂക്ഷ്മമായിട്ട് അള്ള കാണും, അള്ള കാണാത്തതൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ നമ്മൾ സദാ നമ്മളെ മനസ്സിലുണ്ടാവുക. ഇത് ഉറപ്പായിട്ടും ബിഇദ്നില്ലാഹി തആല ഇതൊരുവൻ ആഗ്രഹിക്കുകയും ഇതിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുവൻ ഇങ്ങനെ ചിന്തിക്കുമ്പോ, ഇത് അവന്റെ ഹൃദയത്തിലേക്ക് അവൻ കൊണ്ടുവരുമ്പോ അവന് ഉറപ്പായിട്ടും തെറ്റിൽ നിന്നും പിന്മാറുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കുന്നതിലൂടെ അവൻ ഉറപ്പായിട്ട് എന്താണ്, അവനക്ക് ലജ്ജ വരും, അവനത് പിന്നോട്ട് വെക്കും എന്നുള്ളതാണ്. ഇനി 5ാമത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ബിഇസ്നില്ലാഹ് നമ്മളെ ഈ ഒരു ജൽസ അവസാനിക്കും ഇൻഷാ അല്ലാഹ്. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 4 പോയിന്റുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹു ചെയ്തിഞ്ഞു തന്ന ഔദാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് അള്ളാഹുവിന്റെ ആദമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. 5ാമതാണ് ഇവിടെ അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ശിക്ഷയും പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ യേശാത്തവൻക്ക് പിന്നെ യേശുന്നത് ഇതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാണാൻ പറ്റും, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, അള്ളാഹിന്റെ പിടുത്തുണ്ടല്ലോ അത് അതികഠിനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ വേറൊരാളും ശിക്ഷിക്കൂല. അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ വേറൊരാൾക്ക് ശിക്ഷിക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ പിടുത്തം പോലെ വേറൊരാൾക്ക് പിടിക്കാൻ കഴിയൂല. നമ്മൾ മനസ്സിലാക്കണം, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? അതൊരു തീന്റെ ചെരുപ്പ് ധരിക്കലാണ്. ആ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതവന്റെ തലച്ചോറ് ഇളക്കുമാറ് അത്രയും കഠിനമായ ശിക്ഷയാണെങ്കിൽ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അതാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ബാക്കിയുള്ള ശിക്ഷകളെ അവസ്ഥ എന്തായിരിക്കും? നരകം കത്തിച്ചോണ്ടിരിക്കുകയാണ്. നരകത്തിലെ വിറക് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? നരകത്തിലെ വിറകുകൾ അത് മനുഷ്യന്മാരും കല്ലുകളുമാണ്. നരകത്തിലെ തീ എന്താണ്? അത് നമ്മളെ തീനെ പോലെ ചുവന്നതല്ല, ചുവപ്പ് കത്തി 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 അത് കറുപ്പാണ്. നരകത്തിൽ എന്താണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കറുത്ത പുകയാണുള്ളത്. നരകത്തിൽ എന്താണുള്ളത്? അവിടെ ആർപ്പു വിളികളാണുള്ളത്. നരകത്തിൽ എന്താണുള്ളത്? അവിടെ ഈ നരകക്കാരുടെ എന്താണ് ആർപ്പു വിളികളും യാലൈത്തരി എന്നുള്ള ശാപവാക്കുകളും സ്വന്തത്തെ പറ്റിയുള്ള എന്താ പറയാ, സ്വന്തത്തിലേക്കുള്ള ഓരോ ആർപ്പുകളാണുള്ളത്. പുകയാണുള്ളത് ആ നരകത്തില്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, തീരെ നരകത്തെ പറ്റി ബോധ്യമാവുന്നില്ലെങ്കിൽ ആ അടുപ്പത്ത് നമ്മളെല്ലാരും അടുപ്പുമായി, അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഇപ്പൊ ഭൂമിയിലെ തീ കാണുന്നവരാണല്ലോ, ജസ്റ്റ് അതിന്റെ മുന്നിലൊന്ന് 2 മിനിറ്റ് ഒന്ന് നിന്ന് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നരകത്തിന്റെ അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ അതികഠിനമായുള്ള ശിക്ഷ വേറൊന്നും തന്നെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയെ പറ്റി നമ്മളെ വളരെയധികം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹിന്റെ കാരുണ്യത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ കാരുണ്യവും സ്നേഹവും ഒന്നും ഏശാത്തവൻ അവൻ എന്ത് ചെയ്തട്ടെ, കരുതിക്കൊള്ളട്ടെ അള്ളാഹിന്റെ ശിക്ഷയെ പറ്റിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് കോപിക്കുകയും വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. തിന്മ ചെയ്യുന്ന സമയത്ത് ഒരുവൻ എന്ത് ചെയ്തുകൊള്ളട്ടെ, അവൻ അള്ളാഹുവിന്റെ കോപത്തെ പറ്റി ഓർത്തുകൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? തിന്മ ചെയ്യുന്നവരോട് കോപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയതിനെ ചെയ്യുന്നവരെ പറ്റി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വെറുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിക്കുക, അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ വെറുപ്പും ഒരുവൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ആരുണ്ടായിട്ടാണ് കാര്യം?
അവസാനത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിൽ സദാ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ കോപത്തോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തിനെ മർഹമത്തിനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, പാപം ചെയ്തവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈ നീട്ടി കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ നൽകാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നിരാശനാവേണ്ടതില്ലേ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് മിൻ റഹ്മത്തില്ലാഹ്. അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ലാ തഖ്നതു, നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. നിങ്ങളെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും, യൗമുൽ ഖിയാമ സംഭവിക്കുന്നത് വരേക്കും നിങ്ങൾക്ക് നിങ്ങളെ റബ്ബ് തൗബ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുങ്ങുക, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ പരിശുദ്ധ റമദാനിൽ ആദ്യത്തെ നോമ്പില് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മേശയാകുന്ന നമ്മളെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 കാര്യങ്ങളെ കൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി, അതിലേറ്റവും മിനുസമുള്ളതാക്കി, ഏറ്റവും ഭംഗിയുള്ളതാക്കി, ഇനി നിങ്ങൾ അതിന്റെ മുകളിൽ നമ്മുടെ ഖിറാഅത്ത്, നമ്മളെ സ്വലാത്ത്, നമ്മളെ സിയാമ്, നമ്മളെ അദ്കാറുകള്, നമ്മളെ മറ്റുള്ള അമാലു സ്വാലിഹാത്തുകള്, നമ്മളെ ഖിദ്മത്തുകൾ, ഇതൊക്കെ വെച്ചോക്കി ഒരു കീടങ്ങളും ഉണ്ടാവില്ല, നല്ല ഭംഗിയും ഉണ്ടാവും. അവസാനത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്, അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുള്ളതാണ്. എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ തിരുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അത് എന്നിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എനിക്ക് പുറത്തു നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇലിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك.